നമസ്കാരം. ദേശീയ പുരസ്കാരങ്ങൾ അടക്കം നേടി ഉന്നതിയിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും താറടിച്ചു കാണിക്കാനുള്ള സമീപനമാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലടക്കം കാവ്യവൽക്കരണത്തിൽ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനും അതിന് മൗനാനുവാദം കൊടുക്കുന്ന കോൺഗ്രസിനും മൊത്തത്തിൽ ഭയമാണ് കേരളത്തിന്റെ അംഗീകാരത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ. കേരളത്തിന്റെ വളർച്ചയെ കെടുത്താൻ പാകത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തിരക്കിൽ അവരുടെ കർത്തവ്യങ്ങളെ അപ്പാടെ മറന്ന മട്ടാണ് ബി.ജെ.പിക്ക്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആള് ചോരുന്ന അറിയാത്ത കോൺഗ്രസിന് തിരിഞ്ഞു നോക്കാൻ ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല എന്നത് മറ്റൊരു സത്യം. അംഗീകാരങ്ങളിൽ ബി.ജെ.പിക്കും കോൺഗ്രസിനുമുള്ള ആശങ്കയെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. സംസ്ഥാനത്തെ 4 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കേട്ടോ. 3 ആശുപത്രികൾക്ക് കൂടി പുതുതായി അംഗീകാരവും 1 ആശുപത്രിക്ക് പുനഃ അംഗീകാരവുമാണ് ലഭിച്ചത്. പാലക്കാട് ആനക്കട്ടി കുടുംബാരോഗ്യ കേന്ദ്രം 90.6%, പാലക്കാട് ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 90.15%, വയനാട് വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രം 89.7% സ്കോർ നേടിയാണ് പുതുതായി അംഗീകാരങ്ങൾ നേടിയെടുത്തത്. കാസർഗോഡ് നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം 95.18% സ്കോർ നേടിയാണ് വീണ്ടും അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ സംസ്ഥാനത്തെ 193 ആശുപത്രികൾ NQS അംഗീകാരവും 83 എണ്ണം പുനഃ അംഗീകാരവും നേടിയെടുത്തു. 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 11 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, 41 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, 132 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് NQS അംഗീകാരം നേടിയെടുത്തിട്ടുള്ളത്. അംഗീകാരത്തിന് 3 വർഷ കാലാവധിയാണുള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധനയും ഉണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. അംഗീകാരം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റു ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളത്തിനുള്ള അംഗീകാരമായി കേന്ദ്ര സർക്കാർ 405 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. നാപ് പരിശോധനകളിലും NIRF അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ റാങ്കിങ്ങുകളിലും തിളങ്ങി നിൽക്കുന്ന കേരളത്തിനുള്ള വലിയ അംഗീകാരം കൂടിയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള PM ഉഷ പദ്ധതിക്ക് കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജാണ് കേരളത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയിൽ സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ പദ്ധതികൾക്ക് ലണ്ടൻ ട്രാവൽ മാർക്കറ്റ് ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തെ തേടിയെത്തിയിരുന്നു. ഇപ്പോൾ സുസ്ഥിര വന്യജീവി വിനോദസഞ്ചാര മേഖല നടത്തുന്ന നൂതനമായ പദ്ധതികൾക്കുള്ള അംഗീകാരം TOF ടൈഗേഴ്സിന്റെ സാങ്ച്വറി ഏഷ്യ അവാർഡിലൂടെ കേരളം നേടിയെടുത്തു. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2 എണ്ണം കേരളത്തിന് ലഭിച്ചത് കേരളത്തിന്റെ വികസനത്തെ മറച്ചുപിടിക്കാൻ കേന്ദ്രത്തിനാകില്ല എന്നതിന്റെ തെളിവാണ്. ഇതിനു പുറമെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചിരുന്നു. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം ലഭിച്ചത്. എടുത്തു പറയേണ്ട മറ്റൊരു അംഗീകാരമാണിത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലും കേരളത്തിന് ലഭിച്ച 1ാം സ്ഥാനം കേന്ദ്രത്തിന് കേരള മാതൃകയെ നിഷേധിക്കാൻ കഴിയാത്ത അംഗീകാരമായി മാറിയിരിക്കുന്നു. അതെ, കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് നമുക്ക് ഉറച്ചു തന്നെ പറയാം, അതിൽ അഭിമാനിക്കാം.